ഒരു തുള്ളി പോലും എണ്ണയോ ഓയിലോ ഒന്നും ചേർക്കാതെ അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ. അധിക പേർക്കും നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്സിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നമുക്ക് പേരിടൽ ചടങ്ങ് നടത്തിയേക്കാം അല്ലേ. അപ്പോൾ ഇതിന് ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ മെയിനായിട്ട് മഷ്റൂമും ചിക്കനും ആണ് വേണ്ടത്. സവാള, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, വേവിച്ച ചിക്കൻ, മഷ്റൂം ഇവയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും പ്രധാനം പഫ്സിൻ്റെ പാസ്ട്രി ഷീറ്റ്. ഞാനിപ്പം ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഇനി ബട്ടർ മെൽട്ടാക്കിയിട്ട് അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത മഷ്റൂമും ചേർത്ത് അടച്ച് വെച്ച് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച ചിക്കനും മല്ലിയിലും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. ഇനി ഫില്ലിങ് പാസ്ട്രി ഷീറ്റിൽ വെച്ചിട്ട് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എഗ്ഗ് ഒന്ന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് 185 ഡിഗ്രി 15 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ആ കുഞ്ഞി കൈ ഉണ്ടല്ലോ, അതെ നമ്മൾ എയർ ഫ്രയർ ഓഫ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓടിയെത്തും എവിടെയാണെങ്കിലും എന്താണ് അതിലെന്ന് അറിയാൻ. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കുന്നില്ലേ, ആ ഒരു ക്രിസ്പിനെസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. പിന്നെ പേരിടൽ ചടങ്ങ് നിങ്ങൾ തന്നെ നടത്തിക്കൊള്ളട്ടാ, ഞാനിവിടെ തന്നെ ഉണ്ട്.